ഒന്നിച്ച് നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങൾ, ഒപ്പം നടന്ന വഴികൾ, ആ പോരാട്ടം കളമശ്ശേരിക്ക് പുതിയ ചരിത്രം സൃഷ്ടിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിളക്കമേറിയ വിജയത്തോടുകൂടി കളമശ്ശേരി മണ്ഡലം പിടിച്ചെടുത്തു. ആ പുതിയ ചരിത്രം നമുക്കെല്ലാവർക്കും കൂടുതൽ ഊർജം പകരുകയാണ് ചെയ്യുന്നത്. ആ തെരഞ്ഞെടുപ്പ് മറ്റൊരു ചരിത്രത്തിന് കൂടി സാക്ഷ്യം വഹിച്ചു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചരിത്രത്തിലാദ്യമായി തുടർ ഭരണത്തിലേക്ക് എത്തി. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു മുഖ്യമന്ത്രി കാലാവധി പൂർത്തീകരിച്ചതിനു ശേഷം അതിനേക്കാളും കൂടുതൽ MLA-മാരുടെ പിൻബലത്തോടുകൂടി വീണ്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു, അധികാരമേറ്റു സഖാവ് പിണറായി വിജയൻ. ആ ഗവൺമെന്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നിൽ അർപ്പിച്ച വിശ്വാസം എന്നുള്ളത് പ്രധാനപ്പെട്ട വ്യവസായ നിയമ വകുപ്പുകൾ കൈകാര്യം ചെയ്യണമെന്നുള്ളതായിരുന്നു. മുന്നണിയും കേരളവും അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായും കാത്തു സൂക്ഷിച്ചുകൊണ്ട് കേരളത്തിന്റെ വ്യവസായ മേഖലയിലും നിയമമേഖലയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്താണോ ജനങ്ങൾക്ക് നൽകിയ വാക്ക്, ആ വാക്ക് പൂർണ്ണമായും പറഞ്ഞ സമയത്തിനേക്കാളും മുമ്പ് നടപ്പിലാക്കുന്നതിന് കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്കേറെ അഭിമാനമുണ്ട്. അത് പാർട്ടിയും മുന്നണിയും ജനങ്ങളും അർപ്പിച്ച വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തനമാണ്. വ്യവസായത്തിൽ കേരളം ഏറെ പുറകിലാണെന്നും ഇവിടെ വ്യവസായം നടക്കില്ല എന്ന ആഴത്തിൽ വേരോടിയിരുന്ന ധാരണയെ മറികടക്കണമെന്നതായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനം എന്നുള്ളത്. പ്രകടന പത്രികയിൽ നമ്മൾ പറഞ്ഞു, ആദ്യത്തെ 2 വർഷത്തിനുള്ളിൽ വ്യവസായ സൗഹൃദത്തിനകത്ത് 10 റാങ്കിനുള്ളിലെത്തും. 2026 എത്തുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ അന്തരീക്ഷമുള്ള സംസ്ഥാനമായി കേരളത്തെ മാറ്റും. ഇതായിരുന്നു ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ്. എന്നാൽ 2022 റാങ്കിങ്ങിൽ തന്നെ 2023 യൂണിയൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയിൽ വ്യവസായ സൗഹൃദത്തിൽ 1ാമത്തെ റാങ്കിലേക്ക് എത്താൻ കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനകരമാണ്. 26-ൽ എത്തുമെന്ന് പറഞ്ഞത് 22 കഴിഞ്ഞ് 23-ൽ റാങ്ക് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. 25-ൽ റാങ്ക് പ്രഖ്യാപിക്കുമ്പോൾ നമ്മളത് തുടർച്ചയിൽ നിലനിർത്താൻ കഴിഞ്ഞു എന്നതും അഭിമാനകരമാണ്. ഞാൻ ദീർഘമായ കാര്യങ്ങളിലേക്കൊന്നും പോകുമില്ല. ഡോക്ടർ തോമസ് ഐസക് അതുപോലെ മറ്റു നേതാക്കന്മാരെല്ലാവരും പ്രസംഗിക്കാനുണ്ട്. നിയമമേഖലയ്ക്കകത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നൽകിയ വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം പാലിക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണം നടത്തി. ഏത് പക്ഷമാണ് ഈ ഗവൺമെന്റ്? അതിന്റെ ഏറ്റവും പ്രകടമായ തെളിവുകളിൽ ഒന്നാണ് ഏക കിടപ്പാട സംരക്ഷണ നിയമം എന്നുള്ളത്. നഗരത്തിൽ 5 സെന്റും ഗ്രാമത്തിൽ 10 സെന്റും മാത്രം സ്ഥലമുള്ള ഒരാൾ 5 ലക്ഷം രൂപ വരെ വായ്പ എടുത്താൽ തങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് മുടങ്ങി ജപ്തിയിലേക്ക് നീടുമ്പോൾ തെരുവിലേക്ക് ഇറങ്ങുക മാത്രം മുൻപിൽ വഴിയുണ്ടായിരുന്ന കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു. ആ വാക്ക് പൂർണ്ണമായും പാലിച്ച് പുതിയ നിയമം കൊണ്ടുവന്നു. എത്രയാണോ ആ കുടുംബത്തിന് തങ്ങളുടെ വല്ലാത്ത കാരണം കൊണ്ട് തിരിച്ചടവ് മുടങ്ങി ജപ്തിയിലേക്ക് എത്തുമ്പോൾ ഒറ്റത്തവണ തീർപ്പാക്കലിൽ ബാങ്കിന് നൽകേണ്ടത്, ആ പണം മുഴുവനും സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ആധാരം പിരിച്ചു വാങ്ങി തെരുവിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന കുടുംബത്തിന്റെ കയ്യിൽ വെച്ചുകൊടുക്കുന്ന നിയമം നമ്മുടെ ഈ ഗവൺമെന്റ് പാസാക്കി എന്നുള്ളത് ഏറ്റവും ആത്മസംതൃപ്തി തോന്നിയ ഒരു നിയമനിർമ്മാണമാണ്. ജനങ്ങളിലാണ് അധികാരം. മന്ത്രിമാർ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരുടെ ഭൂരിപക്ഷത്തിൽ വരുന്നവരാണ്. മന്ത്രിമാർ നൽകുന്ന അധികാരമാണ് ഉദ്യോഗസ്ഥന്മാർക്ക് ഡെലിഗേറ്റ് ചെയ്ത് ലഭിക്കുന്നത്. ആ കാഴ്ചപ്പാട് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ ഏറ്റവും ശക്തമായ സേവനാവകാശ നിയമം, അധികാരം കൈയാളുന്ന വ്യക്തികളിലല്ല അധികാരം, ജനങ്ങളിലാണ് ശരിയായ അധികാരമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ നിയമം പാസാക്കാൻ കഴിഞ്ഞതും ഏറ്റവും ആത്മസംതൃപ്തി തോന്നുന്ന മറ്റൊരു ഘട്ടമാണ്. ഇവിടെ കളമശ്ശേരിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചിരുന്നു. ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ മുഴുവൻ ആളുകളുടെയും പ്രതിനിധിയായിരിക്കും.
കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, ഈ ഗവൺമെന്റ് എല്ലാവരുടെയും ഗവൺമെന്റ് ആയിരിക്കും. ഞങ്ങളോടൊപ്പം നിൽക്കാത്തവരുണ്ടായിരിക്കും, ഞങ്ങളെ എതിർക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ ഞങ്ങൾ കേരളത്തിലെ ഗവൺമെന്റാണ്. കേരളത്തിലെ ഗവൺമെന്റ് കേരളീയരായ മുഴുവൻ ആളുകളുടെയും ഗവൺമെന്റാണ്. അങ്ങനെയാണ് ഈ ഗവൺമെന്റ് 5 വർഷവും പ്രവർത്തിച്ചത്. അതുപോലെ ജനപ്രതിനിധി എന്ന നിലയിൽ ഈ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ജയിപ്പിക്കാൻ ശ്രമിച്ചവർ മാത്രമല്ല, നമുക്കിവരെ പ്രവർത്തിച്ചിരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവർ, അവർക്കും 5 വർഷത്തേക്ക് ഒരു പ്രതിനിധി മാത്രമേ ഉള്ളൂ എന്ന ജനാധിപത്യത്തിന്റെ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ ജനങ്ങളുടെയും പ്രതിനിധി എന്ന നിലയിൽ 5 വർഷക്കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന അഭിമാനത്തോടുകൂടി തന്നെയാണ് 2026 തെരഞ്ഞെടുപ്പിൽ വീണ്ടും കളമശ്ശേരിയിലെ ജനങ്ങളെ സമീപിക്കുന്നത്. അന്നൊരു കാര്യം കൂടി നമ്മൾ വ്യക്തമാക്കിയിരുന്നു. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ 5 വർഷമല്ല, എത്ര കാലം കഴിഞ്ഞാലും ഇങ്ങനെ ഒരാളെ തെരഞ്ഞെടുത്തല്ലോ എന്ന് തോന്നി ശിരസ് കുനിക്കേണ്ട ഒരു പ്രവൃത്തിയും എന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്നുറപ്പ് ഈ കളമശ്ശേരിക്ക് നൽകിയിരുന്നു. ആ ഉറപ്പ് 100% പാലിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഈ മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനം, ജനിച്ചു വീഴുന്ന കുഞ്ഞു മുതൽ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഒപ്പം നിന്നുകൊണ്ടുള്ള വികസന പ്രവർത്തനം. കളമശ്ശേരിയിൽ നമ്മൾ ആരംഭിച്ച പുതിയ മെഡിക്കൽ കോളേജിന്റെ ബ്ലോക്കിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും ബ്ലോക്കാണ്. ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിലെ ഏത് കോർപ്പറേറ്റ് ആശുപത്രിയിലും കിട്ടുന്ന സൗകര്യം കളമശ്ശേരി മെഡിക്കൽ കോളേജിനകത്ത് ഉറപ്പുവരുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ജനിച്ചു വീഴുന്ന കുഞ്ഞിൽ നിന്ന് അംഗനവാടിയിലേക്ക് എത്തുന്ന കുഞ്ഞിനെ സ്മാർട്ടായ അംഗനവാടിയിലേക്ക്, അവിടെ നിന്ന് LP സ്കൂളിലേക്ക് എത്തിയാൽ പ്രഭാത ഭക്ഷണവും ഏറ്റവും നല്ല കുടിവെള്ളവും ഉറപ്പുവരുത്തിക്കൊണ്ട് ആധുനിക കെട്ടിടങ്ങളും പഠന സൗകര്യങ്ങളുമുള്ള വിദ്യാലയത്തിലൂടെ കടന്ന് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രങ്ങളെ വികസിപ്പിച്ച് അതിൽ നിന്ന് പ്രായോഗികമായ നൈപുണ്യ പരിശീലനത്തിന്റെ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകളിലൂടെ വളർന്ന് അവർക്കാവശ്യമായ തൊഴിൽ ഉറപ്പുവരുത്തുന്ന വ്യവസായങ്ങൾ ഉറപ്പുവരുത്തി സമഗ്രതയിലുള്ള വികസനം ഏതെങ്കിലും പാലങ്ങൾ മാത്രം കെട്ടുന്നതിൽ ആഹ്ലാദം കൊള്ളുന്നതല്ല. വികസനം പണിതീർത്ത റോഡ് തന്നെ വീണ്ടും പൊളിച്ചു പണിയുന്നതിലല്ല വികസനം എന്നുള്ളത്. വികസനം മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്നതായിരിക്കണം. എനിക്കൊരൊറ്റ പറയാൻ കഴിയും, ഈ 5 വർഷം ഈ മണ്ഡലത്തിലെ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളുടെയും നിലവാരമുയർത്താൻ സാമൂഹ്യമായി, സാമ്പത്തികമായി, സാംസ്കാരികമായി നിലവാരമുയർത്താനുള്ള സമഗ്രമായ പദ്ധതിയാണ് ഒപ്പം എന്ന പേരിൽ ഈ മണ്ഡലത്തിലാകെ നടപ്പിലാക്കിയത്. ഈ യാത്രയിൽ നിങ്ങൾ എല്ലാവരും ഒപ്പമായിരുന്നു, നമ്മൾ ഒന്നിച്ചായിരുന്നു. ഇനിയുള്ള ഈ നിർണായകമായ ഘട്ടത്തിൽ എല്ലാവരും ഇമ്മലകളിൽ ഒപ്പം ഉണ്ടായിരുന്നവർ മാത്രമല്ല, ഇവിടെ ലീഗിന്റെ നേതൃനിരയിൽ നിന്ന് ആളുകൾ നമ്മളോടൊപ്പം വരുന്നത് കാണുന്നുണ്ടല്ലോ. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൂടുതൽ ആളുകൾ ഒപ്പം ചേരുന്നു എന്ന കാഴ്ചയാണ് മണ്ഡലത്തിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. 2021 നമ്മളിവിടെ കൂടിയവരെക്കാളും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഈ ജനാവലി നൽകുന്ന ആവേശമുണ്ടല്ലോ, ആ ആവേശമാണ് കളമശ്ശേരിയുടെയും കേരളത്തിന്റെയും പുതുചരിത്രത്തിന്റെ തുടർച്ചയുടെ ഒരു കരുത്തായി മാറുന്നത്. നമുക്കൊന്നിച്ച് മുന്നേറാം, നമുക്കൊന്നിച്ച് കളമശ്ശേരി 2.0, കേരളത്തിന്റെ LDFന്റെ 3.0 ഇത് രണ്ടും ഉറപ്പിക്കാൻ വേണ്ടി ഒന്നിച്ചിറങ്ങാം. നമ്മൾ തുടർച്ചയിൽ ഒപ്പം ഒന്നിച്ചിറങ്ങുന്നു. വിജയമല്ലാതെ മറ്റൊന്നും നമ്മുടെ മുൻപിലില്ല എന്നുറപ്പോടുകൂടി സഖാക്കളെ, സുഹൃത്തുക്കളെ, നമുക്കൊന്നിച്ച് പ്രവർത്തന രംഗത്തുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നും വിജയിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഇനിയുള്ള ചുരുങ്ങിയ ദിവസം കഠിനമായ ചൂടുണ്ടെന്നറിയാം, അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഒരേ മനസ്സോടെ ഒരേ ശരീരത്തോടെ ഒപ്പം നമുക്കിറങ്ങാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.